പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, അവിടുത്തെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തിരുവചനം പഠിക്കുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും നല്ല ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അവിടെ ഞങ്ങളുടെ നല്ല ദൈവവും പിതാവുമായ ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായിട്ട് അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനത്തെ പകർന്നു തരണമേ. ദൈവവചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ കൃപ തന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഞാൻ എടുക്കാൻ പോകുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചായിരിക്കും. കാരണം ഇനി നിങ്ങളെല്ലാം ആ ആവേണ്ട സമയമായതുകൊണ്ട് കുറേയും കൂടെ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ചൊരു ബേസിക് ക്ലാസ് ഞാൻ മുമ്പൊന്നും എടുത്തായിരുന്നു, കഴിഞ്ഞ സെമസ്റ്ററിൻ്റെ മുമ്പിലത്തെ സെമസ്റ്ററിലെ ടേമിൽ. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് കടമെടുക്കും, കാരണം ബിൽഡപ്പ് ചെയ്യാനായിട്ട്. അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്വാധീനത്തെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എത്ര സ്വാധീനമുണ്ട് എന്നുള്ളതിനെ നോക്കിയിട്ടാണ് ആളുകൾ നിങ്ങളെ ലീഡറായിട്ട് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. നമുക്ക് എത്രമാത്രം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. സോ ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫ്ലുവൻസ് എന്നാണ് ഞാൻ പറഞ്ഞത് അന്ന്. അവിടെ വിദ്യാഭ്യാസം ഒരു വിഷയമല്ല, ജാതി ഒരു വിഷയമല്ല, മതം ഒരു വിഷയമല്ല, സെക്സ്, ലിംഗം ഒരു വിഷയമല്ല, കളർ ഒരു വിഷയമല്ല. അതൊക്കെ വിഷയീഭവിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വെളുത്ത കമ്മ്യൂണിറ്റിയിലെ സമൂഹത്തിൻ്റെ ഒരു ലീഡറായിരിക്കാൻ ഒരു കറുത്ത ഒരാൾക്ക് സാധിക്കത്തില്ല ഒരിക്കലും. കാരണം അത് മെയിൻലി ഫോർ ദ വൈറ്റ് പീപ്പിളാണത്. അവിടെ വേറൊരാൾക്ക് എന്നൊന്നും മാറ്റുന്നില്ല. എന്നാൽ ജനറലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് ഇൻഫ്ലുവൻസ്. എത്രമാത്രം ഒരാൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ആളുകൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുക. ആ സ്വാധീനം നമുക്ക് എങ്ങനെ വരുത്താൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൗ ക്യാൻ ഐ ഇൻഫ്ലുവൻസ് പീപ്പിൾ? അവിടെ ശ്രദ്ധിക്കണ്ടേ. തമിഴ്നാട്ടിലെ കഴിഞ്ഞ ചില വർഷങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പരിശോധിച്ച് നോക്കിയാൽ ആരായിരുന്നു അവിടെ മുഖ്യമന്ത്രിമാരായി ഒന്നേ അറിയാമോ? ഫിലിം സ്റ്റാർസാ. ഫിലിം സ്റ്റാർസ് ആയിരുന്നു. MGR, അതിനുശേഷം വന്ന ജയലളിത, ഇവരെല്ലാം ഫിലിം സ്റ്റാർസ് ആയിരുന്നു. അതാ പറഞ്ഞേ. അപ്പം അവിടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് മുഴുവൻ എങ്ങനെയായിരുന്നു? അവർ ഫിലിമിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെയാണ് അവർ വന്നത്. അല്ലാതെ യാതൊരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇവർക്കാർക്കും ഇല്ലായിരുന്നു. പക്ഷെ ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് ഭയങ്കര എന്തുണ്ടായിരുന്നു? സ്വാധീനം ഉണ്ടായിരുന്നു. കേരളത്തിൽ അതങ്ങനെ നടക്കത്തില്ല. ഇവിടെ നല്ല വമ്പന്മാർ രാഷ്ട്രീയക്കാർ നിന്നിട്ടും ഇവിടെ പരാജയപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശ്ശൂർ. അതാ പറഞ്ഞത്, ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശ്ശൂർ. ഇവിടെ ആ പരിപാടി നടക്കത്തില്ല. എന്നാൽ അത് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം കീ റോൾ എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ദ ഇൻഫ്ലുവൻസ്. ജനത്തിൻ്റെ ഇടയിൽ നിനക്ക് എത്രമാത്രം സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഒരു ലീഡറാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അന്തർമുഖനാവാൻ പാടില്ല. ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടത്തില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ വളരെ ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, അവരെന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ടാൽ ഇതിനവിടെ പോകുന്നത്, ഒരു ബന്ധമില്ലാത്തടത്ത് അവർ കയറി പോകുന്നതിൻ്റെ കാര്യം തന്നെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ. ഒരു അന്തർമുഖന് ഒരിക്കലും എന്താവാൻ പറ്റത്തില്ല, ഒരു നേതാവാൻ സാധിക്കത്തില്ല. കാരണം അവന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഐ ഹാവ്. എനിക്ക് ഒരു നേതാവാകുന്നതിൽ നിന്ന് തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള പോരായ്മകൾ, കുറവുകൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കണം. ഒരാഗ്രഹം മാത്രം പോരാ. ആ കുറവുകളെയാണ് സാധാരണ നമ്മൾ എന്ത് പറയുന്നത്, അടപ്പുകൾ എന്ന് പറഞ്ഞ ലിഡ്സ്, അടപ്പുകൾ എന്ന് പറയും. നമ്മളെ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട രീതിയിൽ പുറത്തോട്ട് വരാൻ കഴിയാതെ വണ്ണം നമ്മളെ തടഞ്ഞു നിർത്തുന്ന അടപ്പുകൾ. നമ്മളെല്ലാം കണ്ടെത്തണം. അപ്പോൾ നേതൃത്വത്തിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ദ ലോ ഓഫ് ലിഡ്സ്, അടപ്പുകൾ എന്ന നിയമമുണ്ട്. അടപ്പുകൾ എന്ന നിയമം. The first law of lids. എപ്പോഴാണ് നമ്മൾ അടപ്പിടുന്നേ? എപ്പോഴാണ് നമ്മൾ അടപ്പിടുക? അതും അറിയില്ല നിങ്ങൾക്ക്. ഇത് വേദോസമായിട്ടൊരു ബന്ധമില്ല. ഞാൻ പൊതു കാര്യങ്ങളോ. എപ്പോഴാണ് നമ്മൾ അടപ്പിടുന്നേ? ആവശ്യം കഴിഞ്ഞുകൊണ്ടാണ് അടപ്പിട്ടെ. അകത്തുള്ളത് പുറത്തു പോകാതിരിക്കാനാ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നേ, അടപ്പിടുന്നേ. ഏത് പുറത്തുള്ളത് അകത്ത് കയറാതിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ എന്തുവാ, അകത്തുള്ളത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾക്കും പലരും അടപ്പിട്ട് വെച്ചിരിക്കുക, നമ്മുടെ അകത്തുള്ളത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് അടപ്പിടുന്നത് ഒരുപക്ഷെ സമൂഹമായിരിക്കാം, വ്യക്തിയായിരിക്കാം, സ്നേഹിതരായിരിക്കാം, കുടുംബമായിരിക്കാം, ശത്രുക്കളായിരിക്കാം. എനിബഡി, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് നിന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് പുറത്തു വന്നാൽ നീ പ്രയോജനീഭവിക്കും, അല്ലെങ്കിൽ നീ ഉയരും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ നിനക്കൊരു ഇടപെടാനായിട്ട് ശ്രമിക്കും. അതൊരു പക്ഷെ നമ്മൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും, കുടുംബ പശ്ചാത്തലമായിരിക്കും, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗമായിരിക്കും, വീട്ടിലെ ആളുകളായിരിക്കും, സ്നേഹിതരായിരിക്കാം, സഹോദരന്മാരായിരിക്കാം, സഹോദരിമാരായിരിക്കാം, സമൂഹമായിരിക്കാം, നമ്മുടെ വിശ്വാസ സംഹിതകളായിരിക്കാം വേണമെങ്കിൽ. ഇതെടുത്ത് മാറ്റാത്തിടത്തോളം കാലം നമുക്ക് വളരാനൊക്കില്ല. ഇതെടുത്ത് മാറ്റാത്തിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയെ തടഞ്ഞ അടപ്പുകൾ ഏതൊക്കെയാണ് ആസ് എ ലീഡർ. അത് ഞാൻ തന്നെ കണ്ടെത്തണം. ചിലർക്ക് ഇതൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ അവൻ്റെ കയ്യിലിരിപ്പായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവമായിരിക്കും. ചൂടനാ. അത് നാട്ടുകാരിട്ട് അടപ്പൊന്നുമല്ല. അത് നിന്റെ സ്വഭാവത്തെ നീ മാറ്റിയെടുത്തേ പറ്റൂ. അപ്പൊ എന്തൊക്കെയാ നമുക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ വളരാൻ കഴിയാതെ വണ്ണം, ഒരു ലീഡറായി നമുക്ക് വരാൻ കഴിയാതെ വണ്ണം. ഞാനൊരു കാര്യം പറയാം, എല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഇൻ എവ്രിബഡി. അത് 10 വയസ്സാവണമെന്നോ 16 വയസ്സാവണമെന്നോ 20, നിങ്ങൾ കൊച്ചു പിള്ളേരെ നമ്മൾ കളിക്കുമ്പോൾ നോക്കിക്കോ, അതിലൊരു ലീഡർ ഉണ്ടാവും. അവിടെ ഒരുത്തൻ കാണും, ഏതാ 3-4 വയസ്സേ ഉള്ളൂ, പക്ഷെ ഒരുത്തനായിരിക്കും അവിടുത്തെ എന്ത് ചെയ്യുന്നത്, അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ലീഡർ ആയിരിക്കും അവൻ. അപ്പൊ എല്ലാവരിലും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. എന്തുകൊണ്ട്
അത് വളരാൻ സാധിക്കുന്നില്ല എനിക്ക്. അവിടെയാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വേറെ പുസ്തകം 1-2 ക്യാരക്ടേഴ്സിനെ എടുത്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവർക്ക് വളരാൻ കഴിയാഞ്ഞ, അവരുടെ മേൽ ഇടപെട്ട അടപ്പുകൾ എന്തൊക്കെയാണ്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സമൂഹത്തിൽ നീ പെണ്ണാ, നിനക്ക് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നീ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നീ അങ്ങനൊന്നും പറയാൻ പാടില്ല, നീ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ആരോടും അങ്ങനെ. അപ്പോൾ കൊച്ചുനാൾ തൊട്ടേ എന്ത് ചെയ്തിരിക്കുക, ഈ അടപ്പിട്ട് ആ കൊച്ചിനെ വളർത്തിയിരിക്കുന്ന മുഴുവനും. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഒരു പെൺകുട്ടിയാ, 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 നിനക്ക് എങ്ങനെ പാടില്ല, നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അമ്മ പറയുന്നു, ചേട്ടൻ പറയുന്നു, വല്യപ്പൻ പറയുന്നു, വല്യമ്മ പറയുന്നു, നാട്ടുകാർ പറയുന്നു, സഭക്കാർ പറയുന്നു, എല്ലാവരും പറയുന്നു എന്തുവാ, പാടില്ല 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 പാടില്ല, നീ ഒന്നും പ്രസംഗിക്കാൻ പാടില്ല, നീ ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല, പാടില്ല. ഇതായി കേൾക്കുന്ന മുഴുവൻ. അതുകൊണ്ട് എന്തുവാ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, വളരാൻ കഴിയാതെ ആയിരിക്കുക. അപ്പം ഇങ്ങനെ സമൂഹം നമ്മുടെ മേലിട്ടിരിക്കുന്ന ഒത്തിരി അടപ്പുകളുണ്ട്. അത് തട്ടിത്തെറിപ്പിക്കാത്തിടത്തോളം കാലം ഒരു വ്യക്തിക്ക് വളരാൻ സാധിക്കില്ല. നമുക്ക് നോക്കാം ഏതൊക്കെയാ ചില അടപ്പുകൾ സമൂഹം ഇടുന്നത്. നമുക്ക് നോക്കാം. നമ്മളിവിടെ ഉദാഹരണമായിട്ട് എടുക്കാൻ പോകുന്നത് ശൗലിനെയും ദാവീദിനെയാണ്. ഇവർ രണ്ടും തമ്മിലുള്ള ബന്ധം എന്തുവാ? അതാണോ ബന്ധം? അമ്മായപ്പനും മരുമോനും. ഇവർ തമ്മിലുള്ള ബന്ധം എന്തുവാ? ബന്ധം ചോദിക്കുമ്പോൾ അതാ പറയണ്ടേ. ഇവർ തമ്മിലുള്ള ബന്ധം എന്തുവാ? അമ്മായപ്പനും മരുമോനുമാ. ഇവിടെ എന്തെങ്കിലും കാരണങ്ങൾ ഇതിനകത്ത് വരുന്നെങ്കിൽ നിങ്ങളുടെ ആരുടെയും അവസ്ഥ അറിഞ്ഞിട്ട് പറയുന്നതല്ല കേട്ടോ. ഈ ചില നിങ്ങൾ പറയും, ഇതിൽ കാര്യം പറയുന്ന പ്രതിപാദിക്കുന്ന കാര്യങ്ങളിൽ ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഇത് തികച്ചും യാദൃശ്ചിക, ഞാൻ ആരെയോ ഉദ്ദേശിച്ച് പറയുന്നതല്ല. അപ്പോൾ വിഷയത്തിലേക്ക് ഇനി വരാൻ പോവാ. ഇവർ നമ്മൾ അമ്മായിപ്പനും മരുമോനുമാ. ആര്? ശൗലും. ആരായ അമ്മായിപ്പനും ആരായാലും മരുമോൻ? ദാവീദ് മരുമോനും ശൗൽ അമ്മായിപ്പനുമാണ്. ഇവർ രണ്ടുപേരുടെയും കൂടെ ജീവിതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഗുണങ്ങൾ, ദോഷങ്ങൾ, കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാൻ പോവാ. ശൗലിൻ്റെ ജീവിതം നമുക്ക് ആദ്യം എടുക്കാം. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളായിരിക്കും അത് ബേസ് ചെയ്യാൻ പോകുന്നത്. കാരണം ശൗലിൻ്റെ ജീവിതത്തിൽ മുഴുവനും ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അടപ്പുകൾ, അല്ലെങ്കിൽ അവൻ ഒതുക്കപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ വായിച്ചാട്ട്. യെസ്, എന്തുവാ ശൗലിൻ്റെ ഇവിടുത്തെ പ്രശ്നം? എന്തുവാ അവൻ്റെ ആദ്യത്തെ പ്രശ്നം? എന്തുവാ ശൗലിൻ്റെ പ്രശ്നം? എന്തുവാ? ഭയമാണ്. ഇസ്രയേലിനെ രാജാവായി തന്നെ തിരഞ്ഞെടുക്കുമെന്നും ഒക്കെ ശമൂവേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും അവസരം വന്നപ്പോൾ, സമയമായപ്പോഴും ഇവനെ കാണാനില്ല. എന്താ കാരണം? ഭയമാണ്. നമുക്കും അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പാടിയാൽ ശരിയാവൂ, ഞാൻ പ്രസംഗിച്ചാൽ ശരിയാവൂ, ഭയമാണ്. ഫസ്റ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന, നമ്മളെ ഒതുക്കിക്കളയുന്ന ഒരു വലിയ വിഷയം പേടിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ വളർത്തപ്പെട്ടത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ടാണ്. നമ്മൾ വളർത്തപ്പെട്ടത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ആത്മധൈര്യം നമുക്ക് തന്നില്ല. തെറ്റാണെന്നെങ്കിലും അത് ചെയ്യാനായിട്ട് നമ്മളെ എന്ത് ചെയ്തില്ല? ആരും പ്രോത്സാഹിപ്പിച്ചില്ല.
അഥവാ ചെയ്യാൻ തുടങ്ങുമ്പോൾ പറയും നീയൊന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ ഒതുക്കി മാറ്റുക ചെയ്ത്. വി ലോസ്റ്റ് അവർ സെൽഫ് കോൺഫിഡൻസ്. അപ്പൊ കൊച്ചുനാൾ മുതലേ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് എങ്ങനാ? ഒരു ആത്മധൈര്യം ഇല്ലാതെ നമ്മളെ എന്ത് ചെയ്തേ വളർത്തിക്കൊണ്ടുവന്നേ. ഉദാഹരണം പറഞ്ഞുതരാം. ആ മേശപ്പുറത്തിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ നേരത്തും പറഞ്ഞു നീ എടുക്കണ്ട, അല്ലെ വെള്ളമായ പോട്ടത് പാലെടുക്കാൻ നേരത്ത് പറഞ്ഞു നീ എടുക്കണ്ട, നീ കളയും. 8 വയസ്സായ കുട്ടിയാ. അവൻ ജന്മത്തെ പിന്നെ എന്ത് ചെയ്തില്ല, എടുക്കാൻ പോവില്ല. കാരണം എന്നാ? അവനെ പേടിപ്പിച്ചത്. അതിൽ നിന്ന് അവനെ നീയൊന്നും ചെയ്താൽ ശരിയാവില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുത്തത് എങ്ങനെ ആയിപ്പോയി? ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അവരെ വളർത്തിയെടുത്തു. ഒരു ഗ്ലാസ് വെള്ളം പോലെ പോട്ടെന്നേ. ഒരു ഗ്ലാസ് വീണ് പൊട്ടുമായിരിക്കും, അടുത്തത് കുറേ കൂടെ സൂക്ഷിക്കുമല്ലോ. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം സെൽഫ് കോൺഫിഡൻസ് ഇല്ല. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വന്നത് കൊണ്ടാണ് ഇപ്പോൾ എന്തുവാ എല്ലാം ചെയ്യാൻ പേടിയാ. എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോയതാ, പക്ഷേ പ്രസന്റ് ചെയ്യാൻ നേരത്തെ അത് എന്ത് ചെയ്തു? മറന്നുപോയി. കാര്യം പറയാൻ നേരത്തെ എന്ത് ചെയ്തു? മറന്നുപോയി. കാര്യം എന്നാ? നമ്മളെ കൊച്ചുനാൾ മുതൽ എന്ത് ചെയ്തെന്നറിയാമോ? പേടിപ്പിച്ച് വളർത്തിയത്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെയൊക്കെ നിങ്ങൾക്ക് ഇനി കല്യാണം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴല്ലോ, ഉണ്ടാവാത്തവർക്ക് ഇനി രക്ഷയില്ല. ഓരോ കൊച്ചുമക്കളെ വളർത്തുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ലെറ്റ് ദം ട്രൈസ്. ചിലപ്പം ഓഫറിങ് എണ്ണാനായിട്ട് ഞാൻ അവിടെ ഇരിക്കാനത്ത് ലിലൂഷൻ ഡാനിയും വരും. വി വിൽ ഹെൽപ്പ് എന്ന് പറയും. അപ്പോൾ വി വിൽ ഹെൽപ്പ്. ഞാൻ പറഞ്ഞു ഓക്കെ, നീ എന്തോ ചെയ്തോ, 20ൻ്റെ എല്ലാം നീ പറക്കിക്കോളാൻ പറയും. കളർ നോക്കി പഠിക്കുക പറക്കാമല്ലോ. 50ൻ്റെ ഒക്കെ നീ പറക്കിക്കോളാൻ പറയും. പൈസ തുടർന്ന് എന്തോ ഇത്? ഗീവ് ദം കോൺഫിഡൻസ്. എന്തായാലും ഞാൻ പറയും എണ്ണി വയ്ക്കുക എത്രയുണ്ടെന്ന്. തെറ്റായിരിക്കാം. Give them confidence. അകറ്റി നിർത്തരുത് നമ്മൾ ആരെയും. ഏതെങ്കിലും ഒരാളെ കാരണം എൻ്റെ ആഗ്രഹം നാളെ അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പം 10 വയസ്സായ ഒരു കുട്ടിക്ക് പൈസ കൊണ്ട് കിട്ടാൻ പോലും ഇപ്പം ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോതിനെ ഞാൻ അനുവദിക്കാൻ പോകുന്നത്? Give them responsibility. ഉത്തരവാദിത്തം കൊടുക്കുക, വളർത്തിയെടുക്കുക അവരെ. ആ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്നാന്നറിയാമോ? നമുക്ക് ഭയമാണ്. ഒന്നും ചെയ്യാം. തെറ്റിയതാണെങ്കിലും എഴുന്നിട്ട് പറയാൻ പറ. തെറ്റുമായിരിക്കും. അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് നോക്കിയേ. They will become the smartest kids in the world. ഏറ്റവും നല്ല സമർത്ഥരായ കുഞ്ഞുങ്ങളായിട്ട് അവർ വളർന്നു വരും. ശൗലിന് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൽ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഈ ഭയം അവനെ എന്ത് ചെയ്തിരുന്നു? ഭരിച്ചിരുന്നു. വേറൊരു സന്ദർഭത്തിൽ ജനമൊക്കെ അവനെ വിട്ടുപിരിഞ്ഞു പോകുന്നു എന്ന് കണ്ടപ്പോൾ അവന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം കൂടെ അവൻ എന്ത് ചെയ്തു. കാര്യം എന്നാ? അയ്യോ, ഇവരെല്ലാം കൂടെ എന്നെ വിട്ട് പോയാലോ? ഫിയർ, ഭയം. ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ? ഭയത്തിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ചേ പറ്റൂ. മണ്ടത്തരായിരിക്കും, സോ വാട്ട്സ്. അപ്പൊ ശൗലിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്നായിരുന്നു അറിയാമോ? ദ ഫസ്റ്റ് ലീഡ്. അവനെ ഒതുക്കിക്കളഞ്ഞൊരു വിഷയം. എത്രയോ ഒരു വലിയ പോസ്റ്റിലേക്ക് അവനിപ്പോൾ തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? ഇസ്രയേലിന്റെ ദ ഫസ്റ്റ് കിങ് ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവായിട്ട് അവനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പോഴ് തിരഞ്ഞെടുത്തേക്കുന്നത്. പക്ഷെ ആ അവസരം കിട്ടിയപ്പോൾ അവനെ അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല,
കാണാനില്ല. അവനെ ഒതുക്കിയത് അവൻ്റെ ഭയമാണ്. 2, നമ്മൾ ശൗലിൻ്റെ ജീവിതത്തിൽ അവനെ ഒതുക്കിയ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. നമ്മുടെ വിഷയം എന്താണെന്ന് പറയുമ്പോൾ നേതൃത്വമാണ് നമ്മുടെ വിഷയം. നേതൃത്വത്തിൽ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ലോ ഓഫ് ലിറ്റ്, അടപ്പുകൾ എന്ന നിയമം. അപ്പം ശൗലിനെ ഒതുക്കിയ അവനെ ഒതുക്കി ഒന്നാമത്തത് ഭയമായിരുന്നു. രണ്ടാമത്തത് അക്ഷമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ക്ഷമയില്ലായ്മ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ മനസ്സില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാണെന്നറിയാമോ? ആവേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കത്തില്ല. ഒരാളോട് ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒരു പുതിയ പേരിട്ടെന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്റർ ആവേശം എന്നായിട്ടേക്കുന്നതെന്ന് പറഞ്ഞു പുള്ളിനെ. അതെന്നാന്ന് ചോദിച്ചു. ഈ പുള്ളിക്ക് ഒന്നും എന്ത് ചെയ്യത്തില്ല, ഒരു കാര്യം കേട്ട് അതൊന്ന് ചിന്തിച്ചിട്ടാൻ അതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്ത് കളയും? പ്രതികരിച്ച് കളയും. ശൗലിന് പറ്റിയ ഏറ്റവും വലിയ ദോഷം അതായിരുന്നു. ഒന്ന് ക്ഷമിക്കാൻ അവന് സമയമില്ലായിരുന്നു, അല്ലെങ്കിൽ അവന് മനസ്സിലായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. ആരെങ്കിലും ആള് ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് 7 ദിവസം ശൗല് കാത്തിരുന്നു ശമൂവേലിന് വേണ്ടി. എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനം പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവനെ വിട്ട് ചിതറിപ്പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും നിങ്ങൾ ഇങ്ങും കൊണ്ടുപോകുമല്ലോ, ഇനിയിപ്പോൾ അവന് വേണ്ടി ഒന്നും കാത്തിരിക്കാൻ വയ്യ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ തന്നെ അങ്ങ് നടത്തിയേക്കാം. എൻ്റെ തലയിലും പണ്ട് ശമൂവേൽ എന്ത് ചെയ്തതാ, അഭിഷേകമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞവൻ എന്ത് ചെയ്തു? അവന് ചെയ്യാൻ പാടില്ലാത്ത യാഗം അവൻ അർപ്പിച്ചു. എന്നിട്ട് എന്താണ്ടായേ? കഴിച്ചു. കഴിച്ച് തീർന്ന ഉടനെ നോക്കുന്നത് ആരുടെ മുഖത്താ? ദാ ശമൂവേൽ വന്നു. ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ, 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ശൗലിൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമായ ഈ കാര്യം എന്ത് ചെയ്യില്ലായിരുന്നു? നടക്കില്ലായിരുന്നു. അപ്പൊ ക്ഷമയില്ലായ്മ എന്നുള്ളത് അവൻ്റെ ഒരു വലിയ ബലഹീനതയായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യാന്, ഒന്ന് വെയിറ്റ് ചെയ്യപ്പാ. ലീഡർഷിപ്പ് ഇരിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് വെയിറ്റ്. എടുത്ത് ചാടരുത്, ഒരിക്കലും എടുത്ത് ചാടും. പ്രത്യേകിച്ച് നേതൃത്വ നിലയിൽ വരുന്ന, ശരിയായിരിക്കും, നമ്മുടെയൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ആദ്യം വന്ന് പറയുന്നവൻ്റെ കാര്യം ശരിയെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഒരാൾ വന്ന് കരഞ്ഞൊരു വിഷയം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ശരിയെന്ന് തോന്നും. സത്യം ഉള്ളിലുള്ളവൻ കരയേണ്ട ആവശ്യമില്ല, അവൻ കരയില്ല, അവനറിയാം ഞാൻ എൻ്റെ ഭാഗത്ത് നീതി എന്നുള്ളത്. ജസ്റ്റ് വെയിറ്റ്. 2 സൈഡും കേൾക്ക്. എന്താ അപ്പുറത്തുനിന്ന് പറയാനുള്ളതെന്ന് എന്ത് ചെയ്യേ? കേൾക്ക്. ശൗലിന് പറ്റിയ രണ്ടാമത്തെ പരാജയം അവൻ്റെ ക്ഷമയില്ലായ്മ അല്ലെങ്കിൽ അക്ഷമയാണ്. മൂന്നാമത് ശൗലിനുള്ള വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരുടെ സ്വാധീനം ശൗലിനെ പലപ്പോഴും പരാജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഒരു വലിയ ബലഹീനതയാണ്. എല്ലാവരും അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഞാനും എന്നാ പിന്നെ എന്ത് ചെയ്യുക, അങ്ങനെ ആയിക്കൊള്ളട്ടെ. എ ലീഡർ ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. എല്ലാവരും പറയുന്നു എന്തുവാ, ഇങ്ങനെ ചെയ്യണമെന്ന്, എന്നാൽ ഇനി അങ്ങനെ ചെയ്തേക്കാം. ഇല്ല, യു ഷുഡ് ഹാവ് യുവർ ഓൺ സ്റ്റാൻഡ്.
ഒരു മനുഷ്യനും നിന്നെ എന്ത് ചെയ്യരുത്? സ്വാധീനിക്കാൻ സമ്മതിക്കരുത്. നീ ആസ് എ ലീഡർ. നമുക്ക് നോക്കാം എന്താ ശൗലിന് പറ്റിയെന്ന് നമുക്ക് നോക്കാം. അവിടെ 1 ശമൂവേൽ 13-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. ശമൂവേൽ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? അതിന് ശൗൽ പറഞ്ഞു, ജനം എന്നെ വിട്ട്, ദ പ്രഷർ, ദ പിയർ പ്രഷർ ഫ്രം ദ പീപ്പിൾ, ജനം എന്നെ എന്ത് ചെയ്യുക? സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക. ഇത് യാഗം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഇപ്പൊ ശമൂവേലോട്ട് വരുന്നില്ല, അതുകൊണ്ട് രാജാവേ നീ തന്നെ അങ്ങ് എന്ത് ചെയ്യ്. പലപ്പോഴും ലീഡർഷിപ്പ് ഇരിക്കുന്നവർക്ക് വരുന്നൊരു വലിയ പ്രതിസന്ധിയാണ്. ഏതാ? പിയർ പ്രഷേഴ്സ്. മറ്റുള്ളവർ, അത് വേണമെങ്കിൽ ഭാര്യ ആയിരിക്കാം. എസ്പെഷ്യലി പാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാകുന്നത് ആരിൽ നിന്നാണ് അറിയാമോ? ഭാര്യമാരിൽ നിന്നാണ്. ഇറ്റ്സ് എ ഫാക്ട്. അവിടെ നീ ഒരു സ്റ്റാൻഡ് എടുക്കണം. നോ, ഐ എം നോട്ട് ഗോയിങ് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ മൈ വൈഫ് ഫോർ ട്രൂത്ത്. സത്യത്തെ വികലമാക്കാനായിട്ട് എന്നെ സ്വാധീനം ചെയ്യാൻ ഞാൻ ഒരിക്കലും ആരെയും എന്ത് ചെയ്യത്തില്ല, അനുവദിക്കരുത്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് യുവർ വൈഫ്, ഭാര്യയാണെങ്കിൽ പോലും. വില കെട്ടേണ്ടി വരും ചിലപ്പോൾ. ദൈവം സത്യമാണെന്ന് ബോധ്യം തന്ന വിഷയങ്ങൾക്ക്, വചനപ്രകാരം നീതിയാണെന്ന് ബോധ്യം വന്ന വിഷയങ്ങൾക്ക് ഒരു മനുഷ്യനും നിന്നെ എന്ത് ചെയ്ത് സ്വാധീനിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് എന്തില്ല, പാടില്ല. സ്റ്റാൻഡ് ഫോർ യുവർ കൺവിക്ഷൻ. പക്ഷെ വില കൊടുക്കേണ്ടി വരും, വില കെട്ടേണ്ടി വരും, ഒരു സംശയമില്ല. പക്ഷേ ശൗലിൻ്റെ ജീവിതത്തിൽ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ്. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? മറ്റുള്ളവരുടെ സ്വാധീനം അവൻ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ചെയ്യാനായിട്ട് അവനെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. 4-ാമത്തത്, ശൗലിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരാജയത്തിൻ്റെ ഒരു പൊതുവായ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, 1 ശമൂവേൽ 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിച്ചേൻ. വായിക്കാത്ത ഒരാളും കൂടെ ഇടയ്ക്കൊന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാ കേട്ടോ. യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ഒരുത്തനും വാളും കുന്തവും ഇല്ല. ഒറ്റ ഒരുത്തൻ്റെ ഇല്ല. യുദ്ധത്തിന് പോവുക കേട്ടോ, ഇവര് യുദ്ധത്തിന് പോവുക. ഞാൻ പാസ്റ്റർമാരെ പറയാം, പാസ്റ്റർമാർ യോഗത്തിന് പോയേക്കാം, ബൈബിളും ഇല്ല, പാട്ടുപുസ്തകവും ഇല്ല, ഇത് രണ്ടും ഇല്ല, വാളും ഇല്ല, കുന്തവും ഇല്ല. പിന്നെ പാട്ട് പാടാന്ന് പറഞ്ഞാൽ അയ്യോ പാട്ട് എടുത്തിട്ടില്ല. പിന്നെ മൊബൈലുള്ളവർക്കായിട്ട് സ്വത്രം, അതിനകത്തെങ്കിലും പാട്ടുണ്ടാവുമല്ലോ. ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട അടിയന്തരമായിരിക്കുന്ന, രാജാവിനും അവൻ്റെ പടയാളികൾക്കും ഉണ്ടായിരിക്കേണ്ട അടിയന്തര ആവശ്യങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളൊന്നാണ് വാളും കുന്തവും. ഇത് ആർക്കൊക്കെ ഇല്ല? ശൗലിനും ഇല്ല, യോനാഥാനും ഇല്ല, കൂടെയുള്ള ആർക്കും ഇല്ല. പാസ്റ്ററിലും ഇല്ല, കൊച്ചു പാസ്റ്റർമാരുടെയിലും ഇല്ല, ആരുടെയിലും ഇല്ല. എന്തോടെ വായിച്ചേപ്പം? മാത്രമേ ഉണ്ടായിരുന്നു, അവരുടെ പടയാളികൾക്കൊന്നും ഉണ്ടായിരുന്നു. സോ വാട്ട് വാസ് എ പ്രോബ്ലം? എന്തുവായിരുന്നു അവരുടെ പ്രശ്നം? അവരെന്തുകൊണ്ടാണ് ലിമിറ്റഡ് ആക്കപ്പെട്ടെ? ദേ ഡോണ്ട് ഹാവ് വെപ്പൺസ്. ആയുധങ്ങൾ ഇല്ല എന്നുള്ള ഒരു പരിമിതി അവരുടെ പരിമിതിയായിരുന്നു. കൂടെ യുദ്ധത്തിന് വന്ന ജനത്തിൻ്റെ കയ്യിൽ ആരുടെയും എന്തില്ല? വാളും കുന്തവുമില്ല. അപ്പൊ എന്നാ ഇവിടുത്തെ പ്രശ്നം? എന്താ? അപ്പൊ വാട്ട് ഇസ് ദ പ്രോബ്ലം ഹിയർ?
എന്തോ ഇവിടുത്തെ വിഷയം? നല്ലൊരു സൈന്യമുണ്ട്, പക്ഷേ ആയുധങ്ങളില്ലാത്ത ഒരു സൈന്യം. ആവശ്യത്തിന്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദോസ് പറയുന്ന ലീഡർഷിപ്പ്, എൻ്റെ കയ്യിലുള്ള, എൻ്റെ കൂടെയുള്ള ജനത്തിന് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഏതൊന്നിനു വേണ്ടിയാണോ പോകുന്നത് അതിനാവശ്യമായിരിക്കുന്ന സാമഗ്രികൾ എന്നോടൊപ്പമുള്ള ജനത്തിൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ലീഡറുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അക്കാര്യത്തിൽ ആര് പരാജയപ്പെട്ടു പോയി? ശൗല് പരാജയപ്പെട്ടു പോയി. There was not enough weapons. ആവശ്യത്തിനുള്ള യുദ്ധസാമഗ്രികൾ ഇല്ലെന്നുള്ളതൊരു വലിയ ആളുണ്ട്, പക്ഷെ എന്തില്ല? എക്യുപ്മെൻറ്റ്സ് ഇല്ല. 10 പേരെ പാടാൻ വിളിച്ചിട്ടുണ്ട്, ആകെ 2 മൈക്കുണ്ട്, അതിൽ ഒരെണ്ണം വർക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. 10 പാട്ടുകാരുണ്ട് സഭയിൽ, എത്ര മൈക്കുണ്ടാകെ? 2 മൈക്കുണ്ട്, അതിൽ ഒരെണ്ണേ വർക്കും ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ എന്നാ കാര്യമുള്ളത്? ഇത് ആരുടെ ഉത്തരവാദിത്വമാണ്? ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്വമാണത്. ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ലീഡർഷിപ്പിലായിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഏതൊരു ദൗത്യത്തിന് വേണ്ടി ഞാൻ പോകുന്നുവോ ആ ദൗത്യത്തിന് എന്നോടൊപ്പം വരുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന സാമഗ്രികൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്തോ പറ്റും? പരാജയപ്പെട്ട് പോരേണ്ടി വരും. ശൗലിൻ്റെ പരാജയത്തിന് ഒരു കാരണം അതാണ്. തന്നോട് കൂടെയുള്ളവർക്ക് ആവശ്യത്തിനുള്ള യുദ്ധസാമഗ്രികൾ ഉണ്ടോ എന്ന് നോക്കുന്നതിൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിൽ അവർ എന്ത് ചെയ്തെന്നറിയാമോ? ശൗല് പരാജയപ്പെട്ടു. ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ ഒരു 10 പേര് വരുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ അതിന് മുമ്പ് യോധന ചെല്ലുമ്പോഴല്ല ചോദിക്കേണ്ട പാട്ടിസം എടുത്തോന്ന്. പോകുന്നതിന് മുമ്പ് ചോദിക്കണം, പാട്ടിസം എടുത്തിട്ടുണ്ടോ? ബൈബിള് എടുത്തിട്ടുണ്ടോ? അത്യാവശ്യം പ്രാർത്ഥിക്കാനുള്ള ഒരുക്കത്തിലാണോ വന്നേക്കുന്നത്? ചിലരെ ശുശ്രൂഷിക്കാൻ വിളിക്കാൻ പറയാം, ഞാൻ കളർ ഷർട്ടായിട്ടേക്കുന്നത്. പിന്നെ ഞാൻ തോന്നിനാ വന്നേ? മാർക്കറ്റിൽ പോകാനോ? അല്ല, എനിക്ക് ശുശ്രൂഷിക്കുമ്പോൾ പിന്നെ എന്നത് വീട്ടിൽ ഇട്ടേച്ച് വരാൻ നീ പിന്നെ എന്തിനാ പോന്നേ? ഒന്നീ കളറിട്ട് ശുശ്രൂഷിക്ക്, അല്ലെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ എന്ത് ചെയ്തുകൊണ്ട് പോവാ? വെള്ളം ഇട്ടുകൊണ്ട് പോവാ. നീ പോയത് എന്തോത്തിനാ? ശുശ്രൂഷിക്ക. നീ വന്നിരുന്നത് എവിടാ? ശുശ്രൂഷന്മാര് ഇരിക്കുന്നിടത്ത്. നിന്നെ എങ്ങനെ മാനിച്ചില്ലെന്നാ ഇപ്പോൾ പരാതി? നിന്റെ ശുശ്രൂഷകനായിട്ട് എന്നെ ആരും എന്ത് ചെയ്യുന്നില്ല? മാനിക്കുന്നില്ല. എൻ്റെ കാര്യം എന്നാ? അങ്ങാടി പോകുന്ന വേഷത്തിൽ നീ എന്ത് വന്നേക്കുന്നേ? എടാ, ശുശ്രൂഷകർക്ക് സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അവരെ കുറിച്ച്. സമൂഹം അവർക്ക് കൊടുത്തിരിക്കുന്ന നിങ്ങൾ ഗാന്ധിയുടെ ഫോട്ടോ എങ്ങനെയാണ് നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ളത്? നമുക്ക് കാണുന്ന ഒറ്റമുണ്ടല്ലേ, അതിൻ്റെ അർത്ഥം ഗാന്ധി ആയുസ് പാൻസും ഷർട്ട് ഇട്ടിട്ടില്ലെന്നാണ്, ടൈ ഇട്ടിട്ടില്ലെന്നാണ്. പുള്ളിയൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല ഇടുന്നത്. പക്ഷെ താൻ മഹാത്മാഗാന്ധി എന്നുള്ള ആ ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ താൻ ആ ഒരു പോസ്റ്റിലേക്ക് വന്നപ്പോൾ പിന്നെ ആരെയും പുള്ളിയെ ദർ ഇസ് എൻ എക്സ്പെക്റ്റേഷൻ. ഇന്നും ഗാന്ധിയുടെ പടം വരയ്ക്കുന്നവരെ മുഴുവൻ 5-6 വരയും കൊണ്ട് പുള്ളിയുടെ പടം തീർക്കാൻ പറ്റും. അപ്പം ജനത്തിന് നമ്മളെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സോൾ ഫെയിൽഡ് ഇൻ ദാറ്റ്. ശൗൽ അതിൽ പരാജയപ്പെട്ടു. തൻ്റെയിലും മോൻ്റെയിലും എന്തുകൊണ്ടായിരുന്നു? കുന്തു ആയതുകൊണ്ടോ? ബാക്കിയുള്ളവർക്കൊന്നുണ്ടോ എന്നുള്ളതൊന്നുമില്ല. അതൊക്കെ അവരുടെ നോ. ആസ് എ ലീഡർ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിന്റെ ഉത്തരവാദിത്വമാണ്. അതിൽ ശൗൽ എന്ത് ചെയ്തെന്നറിയാമോ? പരാജയപ്പെട്ടു പോയി. അടുത്തത് ശൗലിൻ്റെ 5ാമത്തെ കാരണം, അവൻ്റെ എല്ലാറ്റിനോടും അവനൊരു നിഷേധ മനോഭാവമാണ്. നിഷേധ മനോഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അല്ലേ, അയാളതൊക്കെ പറയും, ആയിക്കോട്ടെ, അയാളതൊക്കെ
പറയും. എന്നാൽ ജീവിതത്തിൻ്റെ എന്തെങ്കിലും കുറവുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് തിരുത്തി നേരെയാവണം എന്നല്ല. പിന്നെ എന്നാ അയാളതൊക്കെ പറയാം, അയാൾക്ക് വേറെ പറയുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞവനെയും പറഞ്ഞതിനെയും നിഷേധിക്കുന്ന ഒരു സ്വഭാവം ശൗലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ലീഡർഷിപ്പ് ഇരിക്കുന്നവർക്ക് ഒരിക്കലും പാടില്ല, ഒരിക്കലും. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് വന്ന് പറയുന്നെങ്കിൽ അതിന് ഗൗരവം കൊടുത്തത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യണമെന്നറിയാമോ? അന്വേഷിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്താൻ നമ്മൾ തയ്യാറാകണം. ശൗൽ അതിന് തയ്യാറായില്ല. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. ശമൂവേൽ വന്ന് ശൗലിനോട് പറയുകയാണ്, ശൗലേ, നീ ചെയ്തത് ഭോഷത്വമാ. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. ദൈവം നിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിന്നെ വിട്ട് പോയിരിക്കുന്നു. എന്നിട്ടെന്തുവാ? അയ്യോ, ഞാൻ തെറ്റ് പറ്റിപ്പോയി, എൻ്റെ കയ്യിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി എന്നൊരു അനുതാപമുള്ള ഹൃദയം ശൗലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണത്തില്ല. ശമൂവേൽ വന്ന് ചോദിച്ചല്ലോ, ഞാൻ എൻ്റെ ഈ കാതിൽ കേൾക്കുന്ന ഈ കാളകളുടെ മുക്രയും ഇതൊക്കെ എന്തുവാ? മറുപടി എന്നാന്നറിഞ്ഞ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി അത് മേത്രമായതിനെ എന്ത് ചെയ്തതാ? അവിടുന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോഴാ ശമൂവേൽ പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇത് ചോദിച്ചപ്പോഴെങ്കിലും സത്യം പറഞ്ഞുകൂടായിരുന്നു. ഫെലിസ്ത്യനുള്ള സകലത്തെയും നിർമൂലമാക്കാൻ വേണ്ടിയാണ് ദൈവം ശൗലിനെ ഫെലിസ്ത്യരോട് യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മേത്തരമായതിനെയെല്ലാം അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ പിടിച്ച് എൻ്റെ ഒരു ചോദ്യം, ദൈവത്തിന് യാഗം അർപ്പിക്കാനാണെങ്കിൽ പിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടിയത് എന്തിനാ? എവിടായിരുന്നു അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകേണ്ടത്? അന്ന് യഹോവയുടെ യാഗവീട് എവിടായിരുന്നെന്നറിയാമോ? ശീലോയിലാ. ശമൂവേൽ താമസിക്കുന്ന ശീലോയിലാ. അപ്പോഴ് ദൈവത്തിന് യാഗം അർപ്പിക്കാനാണെങ്കിൽ പിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്തിനാന്ന് മനസ്സിലായില്ല. ദൈവത്തിന് യാഗം, ശൗലെന്തോ പറഞ്ഞ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ വേണ്ടി മേത്തരമായതിനെയെല്ലാം ജനം അവിടുന്ന് എന്ത് ചെയ്തിരിക്കുന്നു? കൊണ്ടുവന്നേക്കുന്നയാ. എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അത് നിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ നിന്റെ അലമാരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? നീ ദൈവത്തിന് യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്നാണെങ്കിൽ. പിടിക്കപ്പെട്ടു എന്ന് കണ്ടാലും സത്യം പറയാത്തവരുണ്ട്. ഞാൻ നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, നിങ്ങളല്ലെന്നും അല്ല ഞാനീ പറഞ്ഞത്. വേണമെങ്കിൽ പറയാമായിരുന്നു, അയ്യോ ഞാൻ നശിപ്പിക്കേണ്ടതായിരുന്നു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയേണ്ടതിന് പകരം അവൻ തെറ്റിനെ ന്യായീകരിക്കുന്നൊരു സ്വഭാവമാണ്. അവനെന്നാ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം അർപ്പിക്കാനാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ദൈവത്തിനോട് കൽക്കി കൊടുത്ത പ്രമാണങ്ങളൊക്കെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? നിഷ്കരണം നിഷേധിച്ച് കാറ്റിലെറിഞ്ഞു. ലീഡർഷിപ്പിലെ അതേസമയം നിങ്ങൾ ദാവീദിനെ ഒന്ന് നോക്കിക്കേ. രാജാവെന്നുള്ള രീതിയിൽ അവൻ ചെയ്തത് തെറ്റൊന്നുമല്ല. ആരാ? ബത്ശേബയുമായിട്ടുള്ള അവൻ്റെ ആ ഇടപാട് തെറ്റൊന്നുമല്ല. ഒരു രാജാവെന്നുള്ള രീതിയിൽ അത് നാട്ടു നടപ്പുള്ള കാര്യമേ ദാവീദ് ചെയ്തുള്ളൂ. പക്ഷേ അവൻ്റെ അടുക്കൽ ചെന്ന പ്രവാചകൻ പറയുന്നുണ്ട്. ആര് പറഞ്ഞു? നാഥാൻ പ്രവാചകൻ ചെന്ന് പറഞ്ഞു, നീ ചെയ്ത് ശരിയല്ല,
അവനകത്തോട്ട് കയറി ദൈവസന്നിധിയിൽ തൻ്റെ നെടുമ്പാടെ വീണവൻ ദൈവത്തോട് പറയാം, ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തുമിരിക്കുന്നു. വേണമെങ്കിൽ പറയാമായിരുന്നു, നീ പോടാ, നീ ആരെ പിന്നെ ഇത് രാജധർമ്മത്തിൽപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ രാജാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്, നീയൊന്നും അതിനെ ചോദ്യം ചെയ്യാൻ നിനക്കൊന്നും യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നാഥാനെ ആട്ടിപ്പുറത്താക്കാമായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ തമ്പുരാൻ അവനെ രാജസ്ഥാനത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കിയേനെ. പക്ഷേ നാഥാൻ ഇത് പറഞ്ഞ ഉടനെ ദൈവസന്നിധിയിൽ ചെന്ന് കരയുന്നൊരു മനുഷ്യനാണ് കാണുന്നത്. ദൈവിക ആലോചനയെ നിഷേധിക്കാത്ത ഒരുവനായിരുന്നു ദാവീദ്. ശൗലോ അതിനെ കാറ്റിലെറിഞ്ഞൊരു മനുഷ്യനാണ്. ശൗലിൻ്റെ അടുത്തൊരു വലിയ സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ പരാജയം, ഒരു എടുത്തുചാട്ടക്കാരനാണ്. ആരാ? എടുത്തുചാട്ടക്കാരൻ. എത്രാമത്തെ പോയിന്റ്? ഇത് 6-ാമത്തെ അല്ലേ? ശൗലൊരു എടുത്തുചാട്ടക്കാരനാണ്. എടുത്തുചാട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എന്ത് ചെയ്ത് കളയും? എടുത്തങ്ങ് പറഞ്ഞേക്കും. അല്ല, ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്കത് അറിയണമെങ്കിൽ 1 ശമൂവേൽ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 43-44 വാക്യങ്ങൾ വായിച്ചു. ആ ആ ആ ആ ആ ആ സന്ദർഭം അറിയാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാമോ? യുദ്ധത്തിന് പോയപ്പോൾ ശൗലൊരു വലിയ വിളംബരം ചെയ്തു. ഒറ്റ ഒരുത്തൻ ഒരു കാര്യം എന്ത് ചെയ്തത്? കഴിച്ചു പോകരുതൂടെ. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഒറ്റ ഒരുത്തനും എന്ത് ചെയ്യരുത്? ഒന്നും ഭക്ഷണം കഴിച്ചു പോകരുത്. എടാ, നിനക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, അനുഭവിക്കാൻ പാടില്ല. പിന്നെ അല്ലാണ്ട് അവർക്ക് വേണ്ടാത്തതുകൊണ്ട് ഇനി ആരും കഴിക്കരുത്. ശൗൽ അങ്ങനെ വിളംബരം ഇട്ടു. ഒറ്റ മനുഷ്യൻ എന്ത് ചെയ്യരുത്? ആഹാരം കഴിച്ചു പോകരുത്. യോനാഥാൻ ഇതറിഞ്ഞില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് യോനാഥാന് ഭയങ്കരമായിട്ട് അങ്ങ് വിശന്നു. വരുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ തേൻ ഒഴുകുന്നു, ഇങ്ങനെ തേൻ ഇട്ടിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. യോനാഥാൻ തീരുന്ന വടിയുടെ അറ്റം കൊണ്ടെടുത്ത് തേനെടുത്ത് അയ്യോ, ഇത് നോക്കിയിരിക്കുകയല്ലായിരുന്നു ഓരോരുത്തരെ. രാജാവിൻ്റെ മകൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പം തേൻ രുചിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നവൻ മരണയോഗ്യനെന്നാ കൽപ്പന ഇട്ടേക്കുന്നേ. എടാ, വല്ലതൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. അവസാനം എന്തായി? യോനാഥാൻ പിടിക്കപ്പെട്ടു. അവൻ മരണയോഗ്യനായി വിധിക്കപ്പെട്ടു. അവസാനം പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങി യോനാഥാനെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. പക്ഷെ ഇത് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ടെന്ന്. നീ മറ്റുള്ളവരെ എല്ലാം കൂടെ വലയ്ക്കുന്ന എന്തോന്നില്ല. ഈ ലീഡർഷിപ്പ് ഇരിക്കുന്നവർക്ക് അങ്ങനെ വലിയ ദോഷമുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടെങ്കിൽ ആർക്കും വേണ്ട. അവർക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കഴിച്ചോണം. അതാ ഒരു എടുത്തുചാട്ടക്കാരനാണ് ശൗല്. നമ്മുടെ മലയാളത്തിൽ നല്ലൊരു ശൈലിയുണ്ട്, എടുത്തുചാട്ടക്കാരൻ്റെ. ബാക്കി ആർക്കും പൂരിപ്പിക്കാറിയില്ലേ? നടുവൊടിച്ചേ വിടൂ വിധി. കേട്ടിട്ടുണ്ടോ അത്? നിങ്ങളിത് കേട്ടിട്ട് പോലില്ലയോ? ഇന്ന് അങ്ങനെ തന്നെ ഉണ്ട്. എടുത്തുചാട്ടക്കാരനെ നടുവൊടിച്ചേ വിടൂ വിധി. എവിടെ എടുത്തു ചാടുന്നോ അതിന് വില കെട്ടേണ്ടി വരും. ഉറപ്പാ. ശൗല് വരും വരായികളെ കുറിച്ച്, ഈ യുദ്ധത്തിന് പോയി വരുന്ന ജനം ദാഹിച്ചും വലഞ്ഞും ക്ഷീണിച്ചും വരുമ്പോൾ അവരൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞ ഈ കാടത്ത നിയമം ജനത്തെ കൊണ്ടൊരു വലിയ കുഴി ചാടിച്ചു. ലീഡർഷിപ്പ് ഇരിക്കും നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം. വല്ലതൊക്കെ പറയുമ്പോഴേ അത് വരും വരായികളെ
കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പറയാനായിട്ട്. യോനാഥാനെ നീ മരിക്കണമെന്നല്ലേ പറഞ്ഞ പുള്ളി, അല്ലേ? അങ്ങനെ അവിടെ വായിച്ച യോനാഥാനെ നീ എന്ത് ചെയ്യണം, നീ മരിക്കണം. അവസാനം ജനം എന്ത് ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? അവസാനം ജനം ഇറങ്ങി അവനെ എന്ത് ചെയ്തു? അവൻ യോനാഥാനെ വീണ്ടെടുത്തു. പക്ഷെ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതുകൊണ്ട് എടുത്തിയാട്ടമൊക്കെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം? ലീഡർഷിപ്പിലാണോ? എടുത്തിയാട്ടം പാടില്ല. എല്ലാത്തിനും മറുപടി പറയാൻ പറ്റുക. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഒന്ന് ക്ഷമിക്കേ. എടുത്തിയാട്ടം നിർത്തിയേ പറ്റൂ. പക്ഷേ യോനാഥാൻ്റെ ഏറ്റവും വലിയ പരാജയ കാരണങ്ങളൊന്ന് അവൻ്റെ എടുത്തിയാട്ടം എന്നുള്ള സ്വഭാവമായിരുന്നു. അടുത്തത്, ആളൊരു പൊങ്ങച്ചക്കാരനാണ്. പൊങ്ങച്ചം എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? പൊങ്ങച്ചം കേട്ടിട്ടുണ്ടോ ആ പദം? എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ശരീരം എത്തി തള്ളു കൂടുതലുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ? ഞാനൊരു വലിയ സംഭവമാണെന്ന് എന്ത് ചെയ്യണം? ജനം അറിയണം. എൻ്റെ വേഷം കൊണ്ടറിയണം. നോക്കാം നമുക്ക്. ഈ കന്നഡം നടന്നില്ലേലും നോട്ടീസിൽ എൻ്റെ ഫോട്ടോ കാണണം. അതാണ് കൺവെൻഷൻ നടന്നോ ഇല്ലോ എന്നുള്ള വിഷയമല്ല. നോട്ടീസ് അടിക്കുമ്പോൾ എന്ത് ചെയ്യണം? പേരാർക്ക് വേണം, ഫോട്ടോ വേണം. അതാ പേരൊന്നും വായിക്കാർക്ക് നേരം എൻ്റെ ഫോട്ടോ വേണം. ബാനറിൽ എൻ്റെ ഫോട്ടോ വേണം. ഫ്ലക്സിൽ എൻ്റെ ഫോട്ടോ വേണം. അതെന്തോന്നിൻ്റെ തെളിവാ? പൊങ്ങച്ചൻ എന്നുള്ള പോങ്ങൻ എന്നും കൂടെ വേണേ പറയാം. എന്തുവാ ഇത്? എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറയാറുണ്ട്, ആരുടെ വേണ്ട, എൻ്റെ വേണ്ട കേട്ടോ. നീ ഒരു പുസ്തകം എഴുതിയൊക്കെ എഴുതിക്കോ, നിന്റെ ഫോട്ടോ വെച്ചാൽ കുഴപ്പമില്ല. ഇതെന്തുവാന്നേ? അങ്ങനെ ഞാൻ പറയാൻ കാര്യം ശൗൽ അങ്ങനത്തെ ഒരാളായിരുന്നെന്ന്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അഹങ്കാരം എന്നുള്ളതിനേക്കാൾ നല്ലത് പൊങ്ങച്ചമാണ്. ഏറ്റവും നല്ല പൊങ്ങച്ചം എന്നാണ്. അതാ ഇവന് വായിച്ചോ? 1 ശമൂവേൽ വായിക്കാത്ത ഒരാൾ വായിക്കണേ. 15-12 ഇല്ലയോ? 15-12 ഇല്ലയോ? ശ്രദ്ധിച്ചോ? ശൗൽ കർമ്മേലിൽ എത്തിയെന്നും തനിക്കായി ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്രയും കഴിച്ചേച്ച് തിരിച്ചു വന്നാ പറഞ്ഞു. ജ്ഞാപക സ്തംഭം നാട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? തൻ്റെ പേരും വെച്ചൊരു വലിയ എൻ്റെ ഓർമ്മയ്ക്കായി. ഓർമ്മസ്തംഭം, ജ്ഞാപക സ്തംഭം, ഇതൊക്കെ ഒന്ന് തന്നെ. എൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ആസ് എ മെമ്മോറിയൽ. എന്തോ കാര്യം? പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഈ പള്ളിക്കൊക്കെ ഞാൻ ഈയിടെയല്ല കുറച്ച് ഒരു CSI പള്ളിയിലാണ് പോയത്. ചെന്നപ്പോൾ തിരുവനന്തപുരം സൈഡാണ്. അതിന് ആരും പിള്ളേർ ആരും വിളങ്ങല്ലോ. ഇവിടെ പള്ളിയിൽ നിന്ന് ആരും പോയത്. അപ്പോൾ കൊടുത്ത എല്ലാ ഫാനിൻ്റെ ലീഫിലും കൊടുത്ത ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു നാണക്കേടാ. ഇത് ഫാൻ്റെ ലീവിലെ ഇങ്ങനെ കിടന്ന നാണക്കേട്. അതാ എന്തൊരു നാണക്കേടാ അത്. ഫാൻ്റെ ലീവിൽ അയാളുടെ പേരെഴുതി വെച്ചിരിക്കുക. ഞാൻ പാസ്റ്ററെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, എന്തുവാ ചെയ്ത്? നമ്മൾ ദൈവത്തിന് വേണ്ടി വല്ലതും ചെയ്യുമോ? പള്ളിക്ക് വേണ്ടി. ഞാൻ ഈ റീത്ത് വയ്ക്കുമ്പം തന്നെ പേരെഴുതി വയ്ക്കുന്നതിന് ഇതിലുള്ളൊരു മനുഷ്യനാ. നിനക്ക് ആ വ്യക്തിയോടുള്ള ബഹുമാനമാണെങ്കിൽ റീത്ത് കൊണ്ട് ഇതിനെ പേരെഴുതി വെച്ചേക്കുന്നേ. പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നതാ.
അല്ല ആ പേര് അതിൽ നിന്ന് ഊരി അന്നേരം ഞാൻ കളഞ്ഞേനെ. നീയാ ചെയ്തതെന്നറിയാനോ? ഏതായാലും ഏതായാലും കാണാൻ പോകുന്നില്ല. പിന്നെ ആളോടുള്ള ബഹുമാനം ആർത്താണോ ചെയ്തത്? അത് കമ്പനി വിളംബരത്തുകാകയാണോ? കമ്പനിയുടെ പരസ്യമായിരുന്നോ നീ ചെയ്തേ? ശരിയല്ലേ? കമ്പനിയുടെ പരസ്യത്തിനാ വെച്ചേക്കുന്നേ. ആളോടുള്ള ബഹുമാനമാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഏതിൻ്റെ? അതിന് നടുവിലുള്ള റിങ്ങത്ത് വെച്ചിട്ടില്ലേ? കണ്ടില്ലേ? യൂത്ത് ഫോർ ജീസസ്. പൊങ്ങച്ചം ആരെ കാണിക്കാനാ? ശൗല് ഒരു ജ്ഞാപക സ്തംഭമൊക്കെ എന്തുവാ, ഞാനാണ് എൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു വലിയ ജ്ഞാപക സ്തംഭം സ്ഥാപിച്ചിട്ട് ഒരു വലിയ ഘോഷയാത്രയും നടത്തി. എന്തു പറഞ്ഞ്? ശൗൽക്കി ജയ് ജയ് അല്ലേ? നേതാവേ നേതാവേ, ധീരതയോടെ ഭരിച്ചോളൂ, ലക്ഷം ലക്ഷം. എന്താ ലക്ഷം ലക്ഷം കൈക്കൂലി വാങ്ങിച്ചാണ്, പിന്നെ അതല്ലാതെ ആളൊന്നുമില്ല. എന്തിനാ ഇത് പൊങ്ങച്ചം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ പൊങ്ങച്ചം കാണിക്കാനായിട്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും? ഞാൻ ഏതോ ഒരു സംഭവമാണെന്ന് എന്ത് ചെയ്യണം? എല്ലാവരും അറിയണം. ശൗലിൻ്റെ ഒരു വലിയ പരാജയമായിരുന്നു. അവിടെ എവിടെ പോയാലും ഏത് ഹോളിൻ്റെ ഉദ്ഘാടനം നടത്തിയാലും ശൗലിൻ്റെ പേര് കാണണം. 5 പൈസ കൊടുത്ത് കാണത്തില്ല ഈ ഹോൾ. ആ പാവപ്പെട്ട വിശ്വാസികളെല്ലാം കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹോളായിരിക്കും. പക്ഷേ ബോർഡ് വെച്ചോ, എന്തുവാ, ഇനോഗ്രേറ്റഡ് ബൈ. എടാ നീ മുടക്കിയതാണെങ്കിൽ സമ്മതിക്കാം, വെച്ചോ, കുഴപ്പമൊന്നുമില്ല, അല്ല നിന്റെ മുതൽ മുടക്കാം. 5 പൈസ ഇയാൾ കൊടുത്തിട്ടില്ല. എന്നാലും എന്ത് ചെയ്തോണം? പേര് വേണം. നാട്ടുകാരുടെ പിരിവും പാവപ്പെട്ട വിശ്വാസികൾ കോഴിമുട്ട തന്നും ഒക്കെ ഉണ്ടാക്കിയ പള്ളി ആരാധനാലയമാണ്. പക്ഷെ ആരുടെ പേര് അവിടെ ഉള്ളൂ? ഇതിനു വേണ്ടി 5 പൈസ തരാത്ത ഓവർസിയറുടെ പേരാ അവിടെയുള്ളത്. എന്തോ അതിൻ്റെ പുറകിലെ ഉദ്ദേശം മുഴുവനും? എൻ്റെ കാലത്ത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ശൗലിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം അതായിരുന്നു. ജ്ഞാപക സ്തംഭങ്ങളെ തീർക്കുക. പൊങ്ങച്ചം, സ്വന്തം പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു കാര്യമാണ് സ്വന്തം പേരും സ്വന്തം പ്രശസ്തിക്കും വേണ്ടി ഇത് വല്ലതും ചെയ്യുന്നെങ്കിൽ. പണ്ട്, ഇപ്പം ഇല്ലാതെ, പണ്ട് ലൂർദ് പള്ളിയിൽ ചെന്നാൽ നിങ്ങൾക്ക്, ലൂർദ് പള്ളിയിലാണ്, പുത്തൻപള്ളിയിലാണെന്ന് തോന്നുന്നു, ഒരു 2 വലിയ മാർബിൾ ഫലകങ്ങളുണ്ടായിരുന്നു. പള്ളി പണിക്ക് 1000 രൂപയിൽ കൂടുതൽ സംഭാവന തന്നവർ. ഇന്നുകൊണ്ട് പല പള്ളികളിൽ അങ്ങനെ 1,00,000 രൂപ തന്നവരുടെ പേര്. ആരെ കാണിക്കാനാ? നീ ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത്? അതോ നിന്റെ പേരവിടെ കൊത്തപ്പെടാൻ വേണ്ടിയാണോ ചെയ്തത്? ദൈവം അതിനെതിരാ. രണ്ട് വാക്യം ഞാൻ തരാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4. ദൈവം ജ്ഞാപക സ്തംഭങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരാന്നുള്ളതിന് 2 വാക്യങ്ങൾ. ഉൽപ്പത്തി 11:4. നമുക്കൊരു പേരുണ്ടാക്കണം. നമുക്കൊരു പേരുണ്ടാക്കാം. അതിനെ എന്ത് ചെയ്യാം? ഒരു പട്ടണം പണിതിട്ട് നമ്മുടെ പേര് ഈ പട്ടണത്തിനിട്ടേക്കാം. തമ്പുരാൻ പതുക്കെ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ എന്തുവാ? കൊള്ളാം. തമ്പുരാൻ എന്ത് ചെയ്തു? അതിനെ ഭാഷ കലക്കി കളഞ്ഞു. നീ പണിന്ന് കാണണ്ട. അപ്പോൾ കല്ലെടുക്കാൻ പറയുമ്പോൾ അവൻ എന്ത് ചെയ്യും? കൈക്കോട്ട് എടുത്തോണ്ട് വരും. കൈക്കോട്ട് എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ അവൻ കൊട്ട എടുത്തോണ്ട് വരും. പണി തീർന്നു. എവിടെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നോ
അത് തമ്പുരാൻ കലക്കി കളയുമെന്ന് ഓർത്തോണം. കാരണം ദൈവത്തെ കൂടാതെ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന, നമ്മുടെ പേരിന് വേണ്ടി ഉണ്ടാക്കുന്ന സകലത്തെയും ദൈവരാന്ന് പറയാൻ തച്ചുടച്ച് കളയും. വേറൊന്നും കൊണ്ടെടുത്ത് തരാം. ദാനിയേൽ പ്രവചനം 4:30. ദാനിയേൽ 4:30. ആരാ രാജാവ്? പറഞ്ഞ രാജാവ് ആരാ? പുള്ളി ഒരു ദിവസം രാവിലെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് ചുറ്റുമൊക്കെ ഒന്ന് നോക്കി. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നിട്ടേ നോക്കിയേച്ച് പറഞ്ഞു, കൊള്ളാം. എന്നിട്ട് എന്തോ പറഞ്ഞേ? ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്തിന്, എൻ്റെ പ്രതാപത്തിന് രാജധാനിയായി ഉണ്ടാക്കിയ മഹതിയാം ബാബേൽ അല്ലയോ? എൻ്റെ പേരിന് വേണ്ടി, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടി, എൻ്റെ പണം കാണിക്കാനായിട്ട്. എന്താ പറ്റി? അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു മാനസിക രോഗിയായിട്ട് അവൻ മാറി. ആ രോഗത്തിനൊരു പ്രത്യേക പേരുണ്ട് സൈക്കോളജിയിൽ. പെട്ടെന്ന് ഇവനൊരു തോന്നല്, ഞാൻ ഒരു മൃഗമാണെന്ന്. അതൊരു മാനസിക രോഗമാണ്. നമ്മുടെ ഇടയിലുണ്ടല്ലോ, ഒരു ദിവസം ആണിന് പെട്ടെന്ന് തോന്നി, ഞാൻ ഒരു പെണ്ണാണെന്ന് തോന്നുന്നു. ഒരു ദിവസം രാവിലെ. നേരെ തിരിച്ചും പെണ്ണിന് തോന്നി, ഞാൻ ആണാന്നോ. ചിലതിന് തോന്നും ഞാൻ നായാന്ന്. ഇതൊക്കെ ഒരു മാനസിക രോഗങ്ങളാണ്. ഇതിനൊക്കെ അതിൻ്റെതായ പേരുകളുണ്ട് അതിന്. രാജാവിന് പെട്ടെന്ന് എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്നൊരു തോന്നില്ല, ഞാൻ ഒരു മൃഗമാണെന്ന്. ഉടനെ എന്ത് ചെയ്തു? കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് ഓടി പുല്ല് തിന്നാൻ തുടങ്ങി അവന്. എന്താ കാരണം? നിഗളം ഹൃദയത്തിനകത്ത് വന്നു. എത്രയോ ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷ വിട്ടുപോകേണ്ടി വന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. പെട്ടെന്നൊരു ദിവസം ഒരു തോന്നലുണ്ടാവുക, ഞാൻ ദൈവമാണ്. പെട്ടെന്നൊരു തോന്നലുണ്ടാവുക, ഐ ആം സംബഡി. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അഹങ്കാരം അല്ലെങ്കിൽ പൊങ്ങച്ചമെന്നുള്ള ആ ഒരു ആത്മാവിൻ്റെ മേൽ കയറിയതാണ്. ശൗലിൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം, അതുകൊണ്ട് വാങ്ങിച്ച പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതുന്നതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പരീക്ഷാ പേപ്പറിൽ പേരെഴുതേണ്ടതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മളാരോ ആണെന്ന് കാണിക്കാനുള്ള നമ്മുടെ ഒരു വ്യഗ്രതയുണ്ടല്ലോ. ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്ന് കാണിക്കാനുള്ളൊരു ത്വരയുണ്ടല്ലോ അകത്തുള്ള ആ ഒരു വ്യഗ്രത. ഇറ്റ്സ് വെരി കെയർഫുൾ. അത് വളരെ സൂക്ഷിച്ചോണം. നീ ആരുമല്ലെന്ന് തന്നെ. നോ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്ന വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം, ഞാനാകുന്നത് കൃപയാലാകുന്നു. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനാകുന്നത് കൃപയാൽ മാത്രമാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ കുത്താനായിട്ട് ഒരു ശൂലം തന്നിരിക്കുന്നു. കാരണം എന്നെ ദൈവകൃപയിൽ നിലനിർത്താൻ വേണ്ടി മാത്രം. ഞാനൊരു കാര്യം പറയാൻ, ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, കർത്താവേ മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നത്? മറുപടി, നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി, നിന്നെ ദൈവകൃപയിൽ നിലനിർത്തേണ്ടതിന് വേണ്ടിയാണ്. എനിക്ക് നിന്നെ കുറേയും കൂടെ ഉപയോഗിക്കണമെന്നുണ്ട്. നിഗളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നീ ആകെ പോക്കാതെ പിശാചിന് വന്ന പോലെ നിനക്ക് സംഭവിക്കും. അതുകൊണ്ട് വരാതെ എനിക്ക് നിന്നെ കുറച്ച് നാളും കൂടെ ഉപയോഗിക്കണമെന്നുണ്ട്. എനിക്ക് നിന്നെ കുറച്ചുകൂടെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തണമെന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, നീ അധികം നിഗളിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഈ ശൂലം അവിടെ ഇരിക്കട്ടെ. നിൻ്റെ കയ്യിലല്ല, അത് കുത്താനല്ല, ഇത് നിനക്ക് ഇരിക്കട്ടെ, നിന്നെ കുത്താനായിട്ടിരിക്കട്ടെ. നീ ബലഹീനനാകുമ്പോൾ എൻ്റെ കൃപ ഞാൻ നിനക്ക് പകർന്നു തരാം. അല്ലെങ്കിൽ നമ്മളൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായി പോകും. അടുത്ത ശൗലിൻ്റെ അടുത്തൊരു പരാജയം എന്നാണെന്നറിയാമോ? അനുസരണക്കേട.
അനുസരണക്കേട്. 1 ശമൂവേൽ 15:17 മുതൽ 20 വരെ. നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് എന്ത്? ഇല്ലയോ? വായിച്ചില്ലേ? കിട്ടിയില്ല ആർക്കും? അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രത്തിന് തലവനാക്കി ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്തു. പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്ന് അമാല്യക്കരായ പാപികളെ നിർമൂലമാക്കുക, അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി. എന്തോ കണ്ടു? കണ്ണിന് ഇമ്പകരമായ ചിലത് കണ്ടപ്പം എല്ലാം മറന്നു, പ്രമാണവും മറന്നു, എല്ലാം മറഞ്ഞു. ഇതുപോലെ തന്നെ പറ്റിയ വേറൊരു മനുഷ്യനുണ്ട്. ആരാ? അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു. ഓർക്കുന്നോ? ചോദിച്ചു, എടാ നമ്മുടെ ഇടയിലൊന്നും നല്ല പെൺപിള്ളേരില്ലയോ? ഇവിടെ നല്ല ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അവളെ എനിക്ക്, ആ ഫെലിസ്ത്യ കന്യകയെ എനിക്ക് എന്ത് ചെയ്തു? ബോധിച്ചു. ആ ഫെലിസ്ത്യ കന്യകയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനെ എന്തിനു വേണ്ടിയാ വിളിച്ചതെന്നും ഇവനെ എന്തിനു വേണ്ടിയാ ദൈവം ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നതൊക്കെ അങ്ങ് മറന്നു. ദൈവപ്രമാണത്തെ മുഴുവൻ എന്ത് ചെയ്തെന്നറിയാമോ? പുറകിലെറിഞ്ഞു കളഞ്ഞു. 100 പവനും ഒരു കാറും തരാമെന്ന് പറഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? ചാടി അങ്ങ് വീണു. ബാക്കിയെല്ലാം മറന്നു. രക്ഷിക്കപ്പെട്ടതാണെന്നോ ചോദിക്കാൻ പറഞ്ഞു, സ്നാനപ്പെട്ടതാണെന്നോ ചോദിക്കാൻ പറഞ്ഞു, അഭിഷേകം പ്രാപിച്ചോ എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു, മറന്നു. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ. പക്ഷേ ഇങ്ങോട്ടല്ലയോ വരുന്നേ? വരും. നീ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ. ഞാനൊരു കാര്യം തുറന്നു പറയാം. ദൈവം നമുക്ക് അനുസരിക്കാൻ തന്നിരിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട് കേട്ടോ. ശൗലിന് പറ്റിയത്, അവനോട് വ്യക്തമായ നിയോഗം കൊടുത്തു വെച്ചാ വിട്ടത്. നീ അമാലേക്കരെ നശിപ്പിക്കുക. എൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജനമായ ഇസ്രായേല് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഈ അമാലേക്കർ എൻ്റെ ജനത്തോട് ചെയ്തത് മുഴുവൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിടുന്നത്. അവിടെ ചെന്ന് അവരുടെ നല്ല ആട്ടുകൊറ്റനെയും കാളക്കൊറ്റനെയും അല്ലേ എല്ലാം കണ്ടു കഴിഞ്ഞപ്പം കിട്ടിയ പ്രമാണമൊക്കെ മറന്ന് എന്ന് പറഞ്ഞാൽ കവർച്ചയും ചെയ്തുകൊണ്ടെങ്കിൽ വന്നു. അവൻ്റെ ഏറ്റവും വലിയ പരാജയം അനുസരണക്കേടായിരുന്നു. ലീഡർഷിപ്പിലിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വർഗീയ ദർശനത്തിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അനുസരണക്കേട് കാണിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. ഞാൻ സ്വർഗീയ ദർശനത്തിന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അനുസരണക്കേട് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ സ്വർഗീയ ദർശനത്തിന് ഒറ്റപ്പെടേണ്ട സന്ദർഭങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. ആസ്യക്കാർ മുഴുവനും എന്നെ വിട്ടുകളയുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. I have never been disobedient to the vision and the call of God. ദൈവം എനിക്ക് തന്ന ദർശനത്തോട് ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ആസ് എ ലീഡർ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 8 പോയിന്റ് കിട്ടിയോ എല്ലാവർക്കും? ബാക്കി നാളെ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.